നമസ്കാരം, വെൽക്കം ടു Reshmahappyland. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ മലായ് കുൽഫിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉൾവശം എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏലക്ക, പിന്നെ കുറച്ച് പിസ്ത, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ബദാം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊരു പൗഡർ പോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ആ പാലൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ആ നട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്ന് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പാല് ചേർത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് റെഡിയായ ശേഷം കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുക. ചൂടാറിയ ശേഷം നമുക്ക് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചേക്കണം. അപ്പോൾ ഞാൻ 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്ന പൈനാപ്പിളാണ് ഇത്. ഇനി ഇതിൻ്റെ പുറം ഭാഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി. ഇനി നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ മാത്രം ഫ്രീസറിൽ വെച്ചേക്കാം. അതല്ല നല്ല തിക്കായിട്ടാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രീസറിൽ വെച്ചേക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ മലായ് കുൽഫി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.